ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സോഷ്യൽ മീഡിയ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ പുനരാവിഷ്കാരമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ആളുകൾ എന്നെ ഇപ്പോൾ ഉത്തരവ് വിളിക്കും, എല്ലാവരും മറന്ന കാര്യമായിട്ട് ഇവിടെ എന്തിനായി വന്നേക്കുന്നതിലെ ഒരു ചെറിയൊരു കോമഡി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വെക്കുന്നത്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്, അതിക്കുള്ളൊന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. കുറച്ചൊരു 5 മിനിറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. എന്താണെന്നറിയാവോ, എൻ്റെ അച്ഛൻ മരിച്ചതല്ല, എൻ്റെ അച്ഛൻ സമാധിയായത് ആണ് ഈ ഡയലോഗ്. ഇപ്പോഴത്തെ പൊടി കുഞ്ഞുങ്ങൾക്ക് പോലും കാണാപ്പാടാണ് കേട്ടോ. ഇത് നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മക്കളും അമ്മയും എൻ്റെ ഭർത്താവ് മരിച്ചതല്ല, സമാധിയായതാണ്. ഈ ഒരു ഡയലോഗാണ് നമ്മുടെ ആ ഒരു ടൈമിൽ ഫുള്ള് വാർത്താമാധ്യമങ്ങളിൽ ഫുള്ള് ഈ ഒരൊറ്റ ഡയലോഗുകളായിരുന്നു കേട്ടോ നടന്നിരുന്നത്. അപ്പം ഇപ്പം നമ്മുടെ ഗോപൻ സ്വാമിയുടെ മകൻ പറയുന്നുണ്ട്, ആളുകളെ കൊണ്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ജനത്തിരക്കാണ് അവിടെ നമ്മുടെ ഗോപൻ സ്വാമിയെ കാണാനായിട്ട് അവിടെ വരുന്നതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ഇത് അന്വേഷിക്കാനായിട്ട് നമ്മുടെ അരുൺ ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അരുൺ ചേട്ടൻ ഒരു റിപ്പോർട്ടറെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധി കണ്ടിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും മകനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനും ഒക്കെ ആയിട്ട് അരുൺ ചേട്ടൻ ഒരാളെ വിട്ടിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് അരുൺ ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. നമ്മുടെ ഗോപൻ സ്വാമി വളരെ വിവാദമായൊരു കേസായിരുന്നു. അതായത് സമാധിയൊക്കെ പൊളിച്ചു, പോസ്റ്റ്മോർട്ടം ചെയ്തു, മരണത്തിൽ ദുരൂഹതയില്ലെന്ന് കണ്ടെത്തി. പക്ഷേ ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നില്ല. ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ കിട്ടേണ്ട ഒരിത് എന്തുകൊണ്ടായിട്ട് 2 ആഴ്ചയായിട്ടും കിട്ടാത്തത് എനിക്കറിയില്ല എന്താ കാര്യം എന്നുള്ളത്. പക്ഷേ ഭയങ്കര വിവാദമായി മാറിയായിരുന്നു കേട്ടോ. നമുക്ക് മഹാസമാധിയിലൂടെയൊക്കെയാണ് ഇദ്ദേഹത്തെ രണ്ടാമത് സംസ്കാരം എന്നൊക്കെ പറഞ്ഞുകൂടാ, സമാധിയാക്കിയത്. മഹാസമാധി ഹിന്ദുമത സംഘടനയൊക്കെ ഏറ്റെടുത്തിട്ട് അതിന് വലിയ സംഭവമാക്കി മാറ്റി. നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺ ചേട്ടൻ ഇതിനെക്കുറിച്ച് പറയുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടി നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയിട്ട് ഇപ്പോൾ 2 ആഴ്ചകൾ പിന്നിടുകയാണ്. ഏറെ വിവാദങ്ങളും ഏറെ ആരോപണങ്ങളൊക്കെ ഉയർന്നതിന് ശേഷമാണ് വീട്ടുകാർ ആദ്യം സമാധിയിരുത്തിയ ആ സമാധിത്തറ പൊളിക്കുകയും പിന്നാലെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കുടുംബത്തിന് വിട്ടു നൽകുകയും വീണ്ടും ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് കഴിഞ്ഞ 18-ാം തീയതി ഇവിടെ ഋഷിപീഠം എന്ന് പറയുന്ന ഈ പേരിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ സമാധിയിരുത്തിയത്. കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തോട് തൊട്ടടുത്താണ് ഗോപൻ സ്വാമിയുടെ സമാധി ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പൂജാരി കൂടിയായ രാജസേനൻ തന്നെയാണ് അച്ഛൻ്റെ ഈ സമാധി സ്ഥലത്തും ദിവസവും പൂജാകർമ്മങ്ങൾ ചെയ്തു വരുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം രാജസേനനുണ്ട്. നമ്മള് ഈ ലോകത്ത് അച്ഛൻ ആരാണെന്ന് അറിയണം. അപ്പൊ അതിന് എന്താണോ ഈശ്വരൻ കണ്ടിരിക്കുന്നത് ആ മാർഗം ഈശ്വരനാണ് അത്. അതുകൊണ്ടാണ് ഈശ്വരൻ ആ മാർഗം എന്നുകൊണ്ടാണ് ഇത്രയും ലോകം അറിഞ്ഞത്. എന്നിട്ട് ഈ അരുൺ ചേട്ടൻ എന്ത് ചെയ്യുന്നറിയാവോ, മകനുമായിട്ട് സംസാരിക്കാനായിട്ട് റിപ്പോർട്ടറെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വാമിയുടെ സമാധിയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതായത് പോലീസ് കേസൊക്കെ എന്തായി, അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ടൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതും ഒന്ന് കണ്ടിട്ട് നോക്കാം, എന്താണ് മകൻ്റെ പ്രതികരണമെന്നും എന്താണ് ഇതിൻ്റെ ആ ഭാഗത്തുള്ള ജനത്തിരക്കാണെന്നാണ് മകൻ പറഞ്ഞതായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചത്. ഒരു ദിവസം നമുക്ക് അവിടെ ഈ സമാധി വന്ന് തൊഴുത് വരം നേടാനായിട്ട് ആളുകൾ ക്യൂ ആണെന്നാണ് പറയുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അച്ഛൻ പറഞ്ഞു അത് അങ്ങനെ ചെയ്യണം, നമ്മളത് ചെയ്യണം. അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത്. അച്ഛൻ ഈ ഈശ്വരനെ അറിഞ്ഞത് അതുകൊണ്ടാണ്, ഈ മഹാക്ഷേത്രത്തെ അറിഞ്ഞത് അതുകൊണ്ടാണ്, ഈ പ്രപഞ്ചം മൊത്തം അറിഞ്ഞില്ലേ, അതുകൊണ്ടാണ്. അല്ല, ഇപ്പോൾ സ്വാഭാവികമായി നമ്മളൊരു സാധാരണ ആൾക്കാർ മരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ച് മരണം രജിസ്റ്റർ ചെയ്യും. അങ്ങനെ അറിയിക്കുമ്പോൾ അതൊരു നിയമം
ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും അത് നടക്കുന്നതായിരിക്കും. ആ ഈശ്വരൻ നിശ്ചയിക്കുന്നതിനപ്പുറം ഈ ലോകത്തൊന്നുമില്ല. ജാതി മത വിഭാഗങ്ങളും വരും. എല്ലാ ജാതി മത വർഗ ഭേദ വന്യവസാനം തീർച്ചയായിട്ടും ഈശ്വരനെ തൊഴാൻ ഇവിടെ വരുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം, ശിവരാത്രിയോടനുബന്ധിച്ച് ശിവലിംഗ പ്രതിഷ്ഠ അടക്കമുള്ള ചടങ്ങുകൾ നടക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഭാവിയിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളുണ്ട്. അതെല്ലാം ഹൈന്ദവ സംഘടനകളുമായി തീരുമാനിച്ച് ഒരു കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് പുറം ലോകത്തോട് പറയുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഗോപൻ സ്വാമി കാണാനായിട്ടുള്ള ജനത്തിരക്ക്. എനിക്ക് വയ്യ, എന്തൊരു തിരക്കല്ലേ, ഒരു സൂചി ഇടാനുള്ള സ്ഥലമില്ല. ഇത്രയും ആളുകളൊക്കെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുക? അവിടെ ഒരു പുതിയ വലിയ മഹാക്ഷേത്രമൊക്കെ വരണം എന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. ഋഷിപീഠത്തിലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ആ മകൻ പറയുന്നുണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം. അതുമായിട്ട് നമുക്കിപ്പം ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഈശ്വരനുമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ഈശ്വര നിശ്ചയം പോലെ എല്ലാം നടക്കും. രണ്ടാമത് സമാധിയെത്തിയതിനു ശേഷം ഈ മരണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതിനെ കുറിച്ച് പറഞ്ഞതിന് അന്വേഷണം പറയാം. സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പറയാം, അതിനെ കുറിച്ചൊക്കെ പിന്നീട് പറയുന്നത്. തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ആളുകൾ വരുന്നുണ്ടോ ഇപ്പൊ ഇവിടെ? ഒരുപാട് തീർത്ഥാടകർ വരുന്നുണ്ട്, ഒരുപാട് പേര് നിങ്ങൾ കണ്ടല്ലോ, മകന് പറയാനുള്ള കാര്യങ്ങളെല്ലാം കണ്ടു. ആ ജനത്തിരക്ക് നിങ്ങൾ കണ്ടല്ലോ. എനിക്കറിയാൻ വയ്യ. എനിക്കൊരു സംശയം, നിങ്ങൾ ആരെങ്കിലും അവിടെ ഒരു വ്യക്തിയെ കണ്ടോ? ഈ മകൻ നിന്ന് പൂജിക്കുന്നല്ലാതെ ഒരൊറ്റ വ്യക്തികളെ നിങ്ങളവിടെ കണ്ടോ? എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കുമോ? ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. ഇനി അതൊരു മഹാക്ഷേത്രമായിട്ട് മാറും എന്നൊക്കെ പറയുന്നുണ്ട്. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിക്ക് പുതിയൊരു മഹാക്ഷേത്രം, നമ്മൾ അയ്യപ്പ സ്വാമി, അതുപോലെ തന്നെ മുരുകൻ, അതുപോലെ കൃഷ്ണൻ, ശിവൻ, മഹാവിഷ്ണു എന്നൊക്കെ പറയുന്ന പോലെ ഇനി നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ നമ്മൾ 2 കൈയും എടുത്ത് തൊഴേണ്ടിയ ഒരവസരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണ് കേട്ടോ മതം, ഭക്തി, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം. ഇതൊക്കെ ഈ വിദ്യാഭ്യാസം, ആരോഗ്യം ഒന്നും ഇവരെ കൊണ്ട് പറ്റാത്തതുകൊണ്ടായിരിക്കണം ഇവർ മതം എന്ന് പറയുന്നത്, ഭക്തി എന്ന് പറയുന്നതിലൂടെ ഈ ഒരു ഇതിലേക്ക് എത്തിയത്. ആൾ ദൈവം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊരു എനിക്കെന്താ പറയാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഈ വർഗീയത ഊതി പെരുപ്പിച്ച് അതൊരു വലിയ സംഘർഷത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു മരണസമയത്ത് ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കേരളം ആയതുകൊണ്ടും ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ടും ആയിരിക്കണം അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാഞ്ഞത്. എന്തൊക്കെയാണ് അവിടുത്തെ ഈ നടക്കുന്ന സംഭവങ്ങൾ? സത്യം പറഞ്ഞാൽ നമുക്ക് ലജ്ജാവഹമാണ് കേട്ടോ. ഇത്രയും ക്വാളിഫിക്കേഷനുള്ള, അതായത് സാക്ഷരതയിൽ 1ാം സ്ഥാനമുള്ള സംസ്ഥാനത്ത് ഇങ്ങനൊരു സമാധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് തന്നെ വളരെയധികം മ്ലേച്ഛകരമാണ്. അതുപോലെ ഇതിനെ അനുകൂലിച്ച് വന്ന ഒരു നമ്മുടെ ഹിന്ദു എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടല്ലോ, എന്താണ് അതിന് പറയുന്നത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആ ഒരു സംഘടനയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതൊരു തട്ടിക്കൂട്ട്, ഇത് വിശ്വസനീയമാണോ? അതിൻ്റെ തലേ ദിവസം വരെ ഗാർഹിക ജീവിതം നയിച്ചൊരു വ്യക്തി പെട്ടെന്ന് സന്യാസിയായി മാറുന്നു. ഒരു തരത്തിലുള്ള എല്ലാത്തിൽ നിന്നും വ്യതിചലിച്ച് സന്യാസ ജീവിതം നയിച്ച് പരലോകം പോയൊരു വ്യക്തിയാണെങ്കിൽ പിന്നെയും നമുക്കതിനെ അനുകൂലിക്കാം. തലേന്ന് വരെ നമ്മളെ വീട്ടിൽ നിന്ന് ചോറും മീൻകറിയൊക്കെ കഴിച്ച് ജീവിച്ചൊരു വ്യക്തി പിറ്റേ ദിവസം മരണപ്പെട്ടപ്പോഴത്തേക്കിനും അത് സ്വാമിയായി, സമാധിയായി. ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ നമ്മുടെ സമൂഹം, അതിന് വളരെയധികം ലജ്ജാകരമാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഒറ്റ കാര്യത്തിൽ അഭിമാനിക്കാം, നമ്മുടെ കേരളത്തിൽ ഒരു വലിയ മഹാക്ഷേത്രം വരാൻ പോകുന്നുണ്ട്. നമ്മുടെ ഗോപാനന്ദ തിരുവടികൾ അവരുടെ ഒരു ക്ഷേത്രം വരുന്നുണ്ട്. ഇഷ്ടവരം എന്ത് ചോദിച്ചാലും കിട്ടും. പിന്നെ അവിടെ ഇഷ്ടസിദ്ധി, കാര്യസിദ്ധി പൂജകളും, അതുപോലെ തന്നെ ഇഷ്ടവരം നേടാനായിട്ട് ഇത്ര രൂപയ്ക്ക് പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നേടാമെന്ന്, മാസത്തിലൊരു പൂജ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം എന്ന് കിട്ടുന്നുവോ അന്ന് തീരും മിക്കവാറും ഈ മക്കളുടെ ഗോപൻ സ്വാമി കളി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെന്താണ് കിട്ടാത്തതെന്നുള്ളതൊരു നിഗൂഢമായ രഹസ്യമാണ്. അതെന്തായിരിക്കും ആ ഒരു സംഭവം കിട്ടാത്തത്? സമാധി പൊളിപ്പിച്ച് ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ കരുതി നമ്മൾ മാത്രമല്ല, കേരളത്തിൽ എനിക്ക് ഒരുവിധപ്പെട്ട എല്ലാ ജനങ്ങളും മനസ്സിലാക്കി ഒരാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും പുറത്തു വരും എന്നുള്ളത്. ഒരാൾ പെട്ടെന്ന് മരണപ്പെടുന്നു, അയാളെ കൊണ്ടിരുത്തുന്നു, സമാധിയാക്കുന്നു, സമാധി പൊളിക്കുന്നു, പിറ്റേന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി വിട്ടുകൊടുക്കുന്നു. ബോഡി വിട്ടുകൊടുത്തത് മഹാസമാധിയിലോടുകൂടി അദ്ദേഹത്തെ വീണ്ടും
ഋഷി പീഠത്തിലിരുത്തുന്നു. എന്തൊക്കെയാണ് കാണുന്നത് കേൾക്കുന്നതൊക്കെ. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ കുറച്ച് ചെറിയൊരു അഭിപ്രായം പറയുക എന്ന ലക്ഷ്യത്തിനോടാണ് ഞാൻ വന്നത്. കണ്ടപ്പോൾ തോന്നി നിങ്ങളുടെ അടുത്ത് പറയണമെന്ന്, റിയാക്ട് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. ഇതൊന്നും വിശ്വസിക്കാത്ത ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഇവരൊന്ന് മനസ്സിലാക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.